നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കേരളത്തിലേക്കാണ് യാത്ര. അപ്പോൾ മോളെ പോയി കാണണം, ഭാര്യനെ കാണണം, സർപ്രൈസ് ഒക്കെ കൊടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും നടക്കുമെന്നുള്ള അറിയില്ല. ആള് എന്താ പറയുക, ലീവിലാണ്. ആൾക്ക് ചെവി വേദനയൊക്കെ ആയിട്ട് കോളേജിൽ ഇനിയിപ്പോൾ നാളെ പോകുമെന്നറിയില്ല. എന്തായാലും പോകാമെന്നുള്ള ഒരു സർപ്രൈസ് ഒക്കെ പോയിട്ട് അവിടെ പോയി കൊടുക്കാം. എന്തായാലും നമ്മളെ റൂം എന്താണ് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ പോവാണ്. ഇവിടുന്ന് കുറച്ച് നടക്കണം. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും പോയിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ ബൈക്കാണ്, ഓരോരുത്തർ ഓരോ ബൈക്ക് പോയിരിക്കുകയാണ്. നമ്മളെ അടുത്ത സുഹൃത്ത് തെമീമ് മോന് ജോബിന് കയറിയ ദിവസമാണ്. മോന് ജോബിന് പോയിട്ടുണ്ട്. അപ്പോൾ പോവാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ പോവാണ്. റൂമിൻ്റെ പിൻവശാട്ടത്. ഇപ്പോൾ റൂം ഓണറോട് പറഞ്ഞേനെ നമ്മൾ പോവാന്നുള്ളത്. ഭയങ്കര വെയിലാണ് മക്കളെ, അതാണ് ഇങ്ങനെ വേർത്തൊലിക്കുന്നത്. എന്താ ചെയ്യുക? ഇവിടെ കണ്ടില്ലേ നല്ല പശുക്കിടാക്കളെ കണ്ടില്ലേ നിങ്ങൾ? പിന്നൊന്നും ആളും ബഹളമൊന്നും ഇല്ലട്ടോ, പിന്നെ ആൾക്കാരൊന്നും ഇല്ല. രാത്രിയാകുമ്പോൾ അത് അങ്ങോട്ടും പാഞ്ഞ് ഇങ്ങോട്ടും പാഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ കാണാം എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള വെറ്റപ്പോക്ക് പറഞ്ഞാൽ കിണി 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 എന്ന് തന്നെ അടിച്ചിട്ട് അങ്ങോട്ടും പായിന് ഇങ്ങോട്ടും പായിന്. ഉറക്കത്തിൽ എന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റായി വന്നവരൊക്കെ, ഞാനൊക്കെ ഫസ്റ്റ് വന്ന സമയത്ത് സംഭവം ചെറിയൊരു ഭയമൊക്കെ വന്നിട്ടുണ്ട്. ശരിയാണ്, ഈ സൗണ്ട് കേട്ടിട്ട് എന്താ അപ്പോൾ ഇതിങ്ങനെ അടിക്കല്ലേ, മണി കിണി 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 അടിക്കല്ലേ ഇങ്ങനെ ആയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ചങ്ങോട്ട് പോകണം, ബസ് സ്റ്റാൻഡിൽ കണ്ട് എത്തണമെങ്കിൽ. ഞാൻ നിൽക്കുന്ന സായിബാബ സ്ട്രീറ്റ്, 2nd സ്ട്രീറ്റ്, നമ്മളത് 5th സ്ട്രീറ്റ് വരും. അപ്പം അങ്ങനെ രാത്രിയിൽ വൈകിട്ട് ഏകദേശം ഒരു 6 മണിക്കാണ് ട്രെയിനുള്ളത്. 9 മണിക്കൂർ യാത്ര ഉണ്ട് നമ്മളെ തിരൂരിലേക്ക്. ഇവിടുത്തെ ഒരു കോവിലാട്ടാ, ഞാൻ നിൽക്കുന്നിടത്തുള്ള ഒരു കോവിലാണിത്. ഒരു അറിയപ്പെടുന്ന കോവിലാണ്, സായിബാബ കോവിൽ. ഇവിടെ ഒരുപാട് എന്താ പറയുക, മുസ്ലിംസിൻ്റെയും ഹിന്ദുസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കോവിലുകളത്. അങ്ങനെയൊക്കെ ആയിട്ട് പോവാണേ. ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ് അറിയുന്ന ആരെങ്കിലുമൊക്കെ ബൈക്കിൽ കിട്ടുമോ, ഒരു ഐഡിയ ഇല്ല. പോവാണ്. അങ്ങനെയാണ്. നമ്മളൊരു പുതിയ ബാഗ് എടുത്തിരുന്നു. ബാഗ് കുഴപ്പമില്ല കേട്ടോ, നല്ല സേഫ്റ്റി. അതായത് അത്യാവശ്യം സാധനങ്ങൾ, ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലിടാം. ഇനിയും തന്നെ സ്ഥലം ബാക്കിയാണ്. ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടിയാൽ വലിയ കിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് പോകേണ്ടി വരും. നേരിട്ട് നടക്കുന്ന വെച്ചിട്ട് അറിയില്ല, നടന്ന് പോകേണ്ടി വരും. ഞാൻ നിൽക്കുന്ന ഇവിടെയുള്ള പകൽ വെളിച്ചത്തിൽ ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. ഇതൊരു ചർച്ചാണ്. ഒരു ചർച്ചാണ്. ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടുക എന്നുണ്ടെങ്കിൽ ഓട്ടോ പോയിന്, ഓട്ടോക്കാരൻ ഇങ്ങനെ നോക്കി പോകുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഈ സൗണ്ട് കേൾക്കാം, ഈ മണി അടിക്കുന്ന സൗണ്ട്. എവിടെ അത്? ഭയങ്കര സൗണ്ടാണത്, നല്ല രസത്തിലേക്ക് കേൾക്കാം. ഇപ്പം ഞാൻ നടക്കന്നെ, അല്ലാതെ വഴിയില്ല. ഇവിടുത്തെ കുറച്ചാണ്ട് നടക്കാണ്ടിട്ടാ. ഒരു ഓട്ടോ കിട്ടുകയാണെങ്കിൽ ഓട്ടോയിൽ കയറാനുള്ള പരിപാടിയാണ്. ഇതാണ് ആർക്കാട് ഞാൻ നിൽക്കുന്ന സ്ഥലം.
സ്കൂളൊക്കെ വിട്ട സമയം തോന്നുന്നു. ബസ്സിലൊക്കെ പെരും ജനായിരിക്കും. കുറച്ചാണ് നടന്നു നോക്കുക നമുക്ക്. അല്ലാതെ വഴിയില്ല, നടക്കൻ. ഒരു ഓട്ടോ വരുന്നുണ്ട് തോന്നുന്നു. ഓട്ടോക്കുള്ള ആളുണ്ടോ? ബസ്സിന് ഓട്ടോ കയറി, ഓട്ടോയിൽ പോകണത്. ഓട്ടോയില് സമാധിയുണ്ട്. ഓട്ടോയിലാണ് യാത്ര. ബസ് സ്റ്റാൻഡിലേക്കാണ് പറ്റുന്നത്. ബസ് സ്റ്റാൻഡിൽ പോവുക, അവിടുന്ന് നേരെ കാട്ട്പാടിക്ക് ട്രെയിൻ കയറാം. കാട്ട്പാടിക്ക് ബസ് കയറാം. കാട്ട്പാടിക്ക് ബസ് കിടക്കുമാ ബസ് സ്റ്റാൻഡിൽ നിന്ന്? ആ കിടക്കൂല്ലേ? ആ ബസ് കിട്ടുന്ന പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നമുക്ക് 6 മണിക്കാണ് ടൈം. ഏകദേശം 4 മണിയായി. അതിനെത്തും. സ്കൂൾ കുട്ടികളുടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദർഗയാണത്, ദർഗയാണത്. എന്ത് രസമല്ല, ഭംഗിയല്ല കാണാൻ. അവിടെ ഇനി ഒരു ഉറൂസൊക്കെ വരാണ്ട്. അപ്പോൾ ഉറൂസിന് വിശേഷമൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര രസമാണ്. ഇവിടെ എന്താ പറയുക, അങ്ങനത്തൊക്കെ ഒരു ജീവിതമാണ് ഇവിടെ. ഇവിടെ ഒരു മുഹറം എന്നുള്ളൊരു മാസം വരാണ്ട്. ആ മാസത്തിൽ ഭയങ്കര എന്താ പറയുക, ഫൈറ്റും കാര്യങ്ങളും നല്ല രസമെന്ന് പറഞ്ഞ സ്ട്രീറ്റിലേക്ക്. എന്തായാലും നമുക്കത് വീഡിയോ ഒക്കെ എടുക്കണം. എന്തായാലും നമ്മുടെ പുതിയ ഡയലോഗാ സൂപ്പർ. ഇപ്പൊ നമ്മള് ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് ഇതാ, അപ്പൊ തന്നെ പോയിരുന്നു. ബസ് സ്റ്റാൻഡിലുള്ള വഴി. ബസ് സ്റ്റാൻഡ് എത്തി. ഇവിടെ നിർത്തും. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, അങ്ങോട്ട് പോവാം. മൈക്കൊന്ന് താഴെ വീണ്, അങ്ങനത്തെ ഒരവസ്ഥ. എപ്പോഴും ആ മൈക്ക് താഴെ വീണിട്ടാണ്. മാഗ്നറ്റിൻ്റെ ആയതുകൊണ്ട് എന്താ അറിയില്ല, നിൽക്കുന്നില്ല. അപ്പോൾ ഇതാണ് ആർക്കാട് ബസ് സ്റ്റാൻഡ് ഇട്ടാ. ബസ് സ്റ്റാൻഡ് കാണാത്തവർക്കുള്ള ഇതാ ബസ് സ്റ്റാൻഡ് കണ്ടോളി. ആർക്കാട് ഇവിടെ ഉള്ളവർക്ക് കണ്ണും മൂക്കില്ല. ഡ്രൈവറെ മറ്റെന്താ പറയുക, ലേഡീസിനെ നോക്കി വരിക. ഇങ്ങനെ ആയ എന്താ കാട്ട്പാടിക്കുള്ള ബസ് എവിടെയെന്നുള്ള നമുക്ക് പോയി തപ്പുക. ബസ്സിൻ്റെ കുറച്ചുകൊണ്ട് മുന്നോട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബസ് കാണാം. ഭയങ്കര തിരക്കാണ് മക്കളിവിടെ, രക്ഷയില്ലാത്ത തിരക്കാണ്. ഈ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഞാനും വിട്ടു നന്നായി. ഈ സ്കൂൾ വിട്ട സമയവും ഞാൻ അണ്ണാ இங்கே காட்பாடிக்குள்ள பஸ் எங்கே கிடக்கும்? காட்பாடிக்குள்ள பஸ் റെയിൽവേ സ്റ്റേഷൻ കാട്ട്പാടി തെരിയില്ല. അങ്ങ് പോണോ? അവിടെ കണ്ട് കുറച്ച് മുന്നോട്ട് പോകണമെന്നാ പറയുന്നത്. നമുക്ക് പോയേക്കാം. കാട്ട്പാടിക്കുള്ള ബസ് പോയേക്കാം, അവിടെ കിട്ടുന്ന പറയുന്നത്. ഇതാണ് ആർക്കാട് ബസ് സ്റ്റാൻഡ് ഇട്ടാ മക്കളെ. പെരും ജനം കൂടെ, ഒരു രക്ഷയില്ല. അണ്ണാ ഈ കാട്ട്പാടിക്കുള്ള ബസ് എங்கே കിടക്കും? അങ്ങോട്ട് പോണെന്നാ പറയുന്നത്. അങ്ങോട്ട് പോയോ? ഇവിടെ കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് പോയോ? കാട്ട്പാടിക്കുള്ള ബസ് ഇവിടെ എവിടെയോ ഉണ്ട്. അണ്ണാ അത് കാട്ട്പാടി പോകുമാ? எக்ஸ்கியூஸ் மீ, இது காட்பாடி போமா? வண்டி போயிடுச்சுல, ஜஸ்ட் ஒரு 2 மினிட்ஸ் ஆகுதா. எங்க வரும்? இங்கே தான் வரும். போயிடுச்சு. இல்ல எந்த போயிடுங்க. எந்த இடத்துல காட்பாடிக்கு பஸ் வரும்? வேலூர் போயிட்டாங்க. வேலூர்ல புது பஸ்ல வந்துருங்க. ஸ்ட்ரைட்டா போடுங்க. அந்த ஆர்ச்சிக்கு ஆப்போசிட் போங்க. வேலூர் பண்ணி காட்டி போய் அங்க இருந்து காட்பாடி மாறிங்க. காட்பாடிக்கு அவ்வளவு அங்க இருந்து எவ்வளவு இருக்கு? இங்க ஒரு 20 மினிட்ஸ், அங்க ஒரு 10 மினிட்ஸ். ஓகே. வேலூர் பஸ் ஏறிய போகுது. ஓகே. அப்ப நம்ம அந்த റൂട്ട് മാറ്റി കാട്ട്പാടിക്കുള്ള ഡയറക്റ്റ് ബസ് ഇല്ല എന്ന് പറഞ്ഞത്. സമയം എടുക്കുന്ന വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം,
വേലൂർക്കുള്ള ബസ് കയറിയിട്ട് എന്താ ചെയ്യുക, അതിൽ പോവാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തൂല. സമയം ഒരുപാടായും ചെയ്തു. ഈ നേരമില്ലാത്ത സമയത്ത് എന്താ പറയുക, തിക്കും തിരക്കും ബഹളമൊക്കെ ആയിട്ടുള്ള അവസ്ഥ. എന്തൊരു ജനാന്ന് പറയും അവിടെ. അണ്ണാ അത് വേലൂർ ബസ്സാ? വേലൂരാ? വേലൂർക്ക് எங்க வெளியில அந்த சைடுல ஓகே. வேலூர் பஸ் அங்கே வரும். அண்ணா வேலூர் போமா? വേലൂർ വേലൂർ. എനിക്ക് അങ്ങേ നിന്ന് കാട്ട്പാടി പോകണം റെയിൽവേ സ്റ്റേഷൻ. ഇത് പോയാൽ പോന്നുമാ? എന്താ സൗണ്ടൊക്കെ കേൾക്കുന്നത്? புரியல. அங்கே இருக்க முடியல. பூரா லேடிஸா? பாப்பா ஓகே ஓகே. இங்கே കാട്ട്പാടിക്ക് இங்கே വേലൂർ പോലും ഇത്? എനിക്ക് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഓക്കെ. ഞാൻ മലയാളി, കേരള. ഇവിടുന്ന് ആർക്കാടുന്ന് ഏകദേശം 20 മിനിറ്റ് ഉണ്ട് വേലൂർക്ക്. നമ്മൾ ഫസ്റ്റ് പോയിന്ന് ഡയറക്റ്റ് കാട്ട്പാടിക്കാണ്. ഇത് ഇവിടുന്ന് 20 മിനിറ്റ് ഉണ്ട്. ഇവിടുന്ന് എന്താ പറയുക, പഴയ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം, ബസ് കയറണം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡ്. ഇത് പുതിയ ബസ് സ്റ്റാൻഡിൽ പോകുന്ന ബസ്സല്ല, ഇത് പഴയ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് ഏകദേശം 20 രൂപയാണ് വേലൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പം നമ്മളോട് എന്ത് ചെയ്യും, നമ്മളെ ക്ലീനറിന് ഭയങ്കര സപ്പോർട്ട്. ക്ലീനർ പറഞ്ഞു ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ പറയാം നിനക്ക് ഇറങ്ങാന്നുള്ളത്. ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. നമ്മളെ നാട്ടിൽ എന്താ പറയുക, ലേഡീസിന് മുന്നിലായിട്ട് ഇവിടെ ബാക്കിൽ, ഇവിടെ ബാക്കിലാണ് ലേഡീസിനെ ഇരുത്തുന്നത്. എന്നിട്ട് നമ്മളെ മുന്നിലിരുത്തി. പാലക്കാടല്ല, ഞാനിവിടെ തിരൂര്, മലപ്പുറം. എന്താ അവിടെ ഫുള്ള് ലേഡീസ് ഉള്ള പരിപാടിയാണ്. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇங்க மழை இல்ல, கேரளா கொஞ்சம் மழை இருக்கு. உங்களுக்கு ഒറ്റപ്പാല? അത് ശരിയാ. ഇവര് നമ്മൾ ഒറ്റപ്പാലുള്ള ആളാട്ടാ. എവിടെ പോയാലും ഒരു മലയാളീനെ കാണുന്ന അറിയില്ല. ഇവിടെ ഒരുപാട് മലയാളീനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അത് വീണ്ടും കണ്ടുമുട്ടി നമ്മളെ യാത്രയിൽ. നിങ്ങളെ പേരെന്താ? സൽമാൻ. ഇവിടെ ഇവിടെ എന്താ, ഇവിടെ വീട്? വാപ്പയുടെ വീട്. ആ ഉപ്പയുടെ വീട് ഇവിടെ. ഉമ്മയുടെ വീട്. അത് ശരി. കേരള പോക്കുണ്ടാ? പോവാറുണ്ടല്ലേ? കേരള പോവാറൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ ബസ്സിന്റെ തിക്കും തിരക്കും ഒക്കെ കാണാം, നമുക്ക് വീഡിയോയിൽ കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മളത് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട്. അപ്പൊ തമിഴ്നാട്ടിലും കൂടി നമുക്ക് കണ്ടോക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ അല്ലേ. ബസ്സിനുണ്ടല്ലോ കോണ് വെക്കുന്നത്, സ്വീറ്റ് കോണാണ്. 20 രൂപ. നമ്മുടെ നാട്ടിൽ ഏകദേശം എത്ര, 30, 45 രൂപ അങ്ങനെ എന്തോ. 20 രൂപ. ലേഡീസ് എന്താ ജനങ്ങൾ കണ്ടില്ല. അമ്മ എത്ര ഇവിടെ ഒരു ലേഡീസ് കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇത്ര ലേഡീസ് ഉണ്ടെന്ന്. തിരക്കുണ്ട്, ആളുകൾ ആളുകളുണ്ട്. എന്തായാലും വേണ്ടിയില്ല, തമിഴ്നാട്ടിൽ ഇവരെ കൂടി വന്ന് ഈ ബസ് എടുക്കാനുള്ള പരിപാടിയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നത്. ആ ഗീറിനൊക്കെ കാണാണ്ടല്ലോ, അത് വേറെ ഒരു രസമാണ്. ഈ ലാസ്റ്റ് ഒരു അനുമാൻ ഗീർ വരാണ്ട്, അത് അതിനേക്കാളും വലുത്. പോണ വഴിക്ക് ബ്ലോക്ക് ഉണ്ടാവും, ഒരു ഐഡിയ ഇല്ല. ലൈഫ് എല്ലാം നോക്കിയ, ലൈഫ് എല്ലാം നോക്കിയ, എല്ലാം നോക്കിയ. അപ്പൊ അങ്ങനെയാണ് ബസ് എടുത്ത് എന്തായാലും ലൈഫ് ലൈഫ് LIFE LIFE
ഫേസ് NOUFIR ലൈഫ് പോവാണ്. അപ്പൊ ബൈ ബൈ ആർക്കാട്. എന്തായാലും പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരാനുള്ളതാണ്. എന്റെ ചാലില്ല എവിടെ വെച്ചെന്നൊരു ഐഡിയ. ആ കൃഷിയുണ്ട് കൃഷിയുണ്ട്. ഫ്രണ്ടിലുള്ള സ്റ്റിക്കർ ഉണ്ടായതുകൊണ്ട് ഒന്നുകൊണ്ട് കറക്റ്റിൽ കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. എന്റെ ചൂട് കണ്ടില്ല, പേരും ചൂടാ അതിൻ്റെ ഉള്ളില്. ചൂടുകൊണ്ട് രക്ഷയില്ല. ആഹാ എന്താ വൈബ് അറിയോ ആ ഫ്രണ്ട് ലിസ്റ്റിൽ ഇരുന്നിട്ട്. ആ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോണ്ടല്ല, അത് നമ്മൾ മുത്തുപേട്ട പോയത് ഓർമ്മയുണ്ട്. ബാക്കിൽ ഇരിക്കുമ്പോ അങ്ങനെ എയറിൽ പൊന്തേന്ന്. ഇവിടെ ഫ്രണ്ടിൽ പിന്നെ ആ പ്രശ്നമില്ല. ഇനിയിപ്പോ എന്താ പാടെന്ന് അറിയില്ല. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നത്. കാഴ്ചകൾ കാണാൻ ഒരു വഴിയില്ല. ഫ്രണ്ടിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ടേ ഒരു രക്ഷയില്ല. ഭയങ്കര ഒരുപാട് ജനങ്ങളിലൊക്കെ ആയിട്ട് നമ്മള് ലൈറ്റ് ആയിരിക്കാണ്. നമ്മളെ ട്രെയിൻ 6 മണിക്കാണ്. ഏകദേശം 5:30 അടുത്തായി സമയം. ലോക്കാണ് മക്കളെ. എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യും എന്നുള്ളത്. വേലൂര് ഇറങ്ങിയിരിക്കാണ്. ഡയറക്റ്റ് ബസ് കിട്ടിയില്ല. ആകെ ലോക്കാണ്. അണ്ണാ ഇങ്ങ ഇന്ന് കാട്ട്പാടി പോണോ? ഒരു ഐഡിയും കിട്ടണില്ല. അണ്ണാ ഇങ്ങ ഇന്ന് കാട്ട്പാടിക്ക് എപ്പടി പോ? കാട്ട്പാടിക്ക് ബസ് അതായത് കിടക്കുമാ? ബസ് കിട്ടുന്ന പറയുന്നത്. നമുക്ക് നോക്കാം. ബസ്സൊക്കെ അത് കാലിയായിട്ട് പോണു. പക്ഷെ ആളില്ല. ഇവിടുന്ന് ഷെയർ ടാക്സി കിട്ടണമെങ്കിൽ അതും സുഖമാണ്. 6 മണിക്ക് ട്രെയിന്. ആകെ ലോക്കാണ്. ഒരു രക്ഷയില്ല. ഇപ്പൊ സമയം 5:30. ഒരു ഐഡിയ ഇല്ല. ഒരു തലയും പാലില്ല കേട്ടോ മക്കളെ. ചെയ്യുമെന്ന ഐഡിയ ഇല്ലാതെ പോവുകയാണ്. ഇത് ഇവിടെ ആൾക്കാര് ജിമ്മന്മാരൊക്കെ ഇതാ ഇവിടെ. എന്തോ പരിപാടിയാണെന്ന് അറിയില്ല. എന്തോ ഒരു പരിപാടിയാണ് ഇവിടെ. എന്തോ ഒരു കാര്യമായിട്ടുള്ള പരിപാടിയിലാണ്. ഓഡിറ്റോറിയം എന്താന്ന് അറിയില്ല. അണ്ണാ ഇങ്ങനെ കാട്ട്പാടിക്ക് എപ്പടി പോ? അന്ത സൈഡാ പോണ്ടേ? റൂട്ട് മാറി മക്കളെ. റൂട്ട് മാറി. ഒരു രക്ഷയില്ല. റൂട്ട് മാറി. ഒരു ഐഡിയ ഇല്ലാത്ത കളിയാണ് ഇവിടെ നിന്ന് കളിക്കുന്നത്. നട്ടം തിരിയാണ്. ആ റൂട്ടിനാ പോണ്ടി. നമ്മളിപ്പോ നടന്ന് കിടന്ന് ഇവിടെ എത്തിയിട്. ഈ നേരമില്ലാത്ത സമയത്തുണ്ടല്ല ഇരുന്ന് തിരിഞ്ഞളിക്കാണ്. എന്താ ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഇല്ല. 2 നമ്പർ നമ്മളിത് ബസ് കയറി. ബസ്സിലാണ് യാത്ര. ബസ് കിട്ടി. ഇവിടുന്ന് ആകെ 3 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറയുന്നത്. ഐഡിയ ഇല്ല. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ട്രെയിന് കിട്ടുമെന്നൊന്നും അറിയില്ല. ട്രെയിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആകെ ലോക്കാവും. ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് എന്താ ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. ഭയങ്കര ചൂടുമാണ് ഇവിടെ. എന്താ നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ എന്നറിയില്ല. ഫുള്ള് ബ്ലോക്കാണ്. ഇല്ലാത്ത ബ്ലോക്കാണ്. ആളില്ല പക്ഷെ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് എപ്പോൾ എത്തിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. ട്രെയിൻ കിട്ടുമെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. എന്താ ചെയ്യാ? ബ്ലോക്ക് ഒഴിവായിട്ട് ഇവിടുന്ന് എത്തിപ്പിടിക്കുമ്പോഴത്തേനെ തോന്നുന്നുണ്ട് ട്രെയിന് കഴിഞ്ഞ് വേറെ ഏതും ട്രെയിനിൽ പോകേണ്ടി വരുന്ന. ലോക്കലിൽ കയറി പോകേണ്ടി വരും തോന്നുന്നുണ്ട്. ആ അവസ്ഥയിലാണ്. ഇതാണ് വേലൂര് പുതിയ ബസ് സ്റ്റാൻഡ്. ഇപ്പൊ പുതിയ ബസ് സ്റ്റാൻഡിലാണ് ബസ്. ഇപ്പൊ ഇവിടുന്ന് നേരെ ആർക്കാടുക്ക്. ബ്ലോക്കും കാര്യങ്ങളൊന്നും.
ബ്ലോക്കും കാര്യങ്ങളും. ട്രെയിൻ ലൈറ്റാണ്, ഏകദേശം ഒരു 15 മിനിറ്റ് ലൈറ്റാണ്. 6 മണിക്ക് എത്തേണ്ട ട്രെയിൻ 6:15 ട്രെയിനിൽ കയറിയിരുന്ന് ട്രെയിനിൽ കയറുന്ന വീഡിയോ. നമ്മളെ ബാഗ് ഉണ്ടല്ലോ, നമ്മൾ ബാഗ് ഓർഡർ ചെയ്ത ബാഗ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ടൊരു വീക്ക് ഉണ്ട് കേട്ടോ. അത് പോയിട്ട് ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിൽ പാക്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒന്ന് തുന്നിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സൈഡ് പൊട്ടി നാട്ടിൽ പോയിട്ട് ഒന്നും എന്ത് ചെയ്യുക, ഒന്നും തുന്നിക്കണം. ഇത് തോന്നുന്നു ഒറ്റ ഒരു ഇതിലിട്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, വേണമെന്നുണ്ട് ഒന്നുകൂടി. അറിഞ്ഞുകൊണ്ടൊന്നും ആരും ഇവിടുത്തെ ഒന്നും സാധനം വേങ്ങിട്ടാ വാങ്ങിയവര് കുടുങ്ങിപ്പോവും. അത്രക്കും റേറ്റ് അതിൻ്റെ ഉള്ളിൽ, ഭയങ്കര റേറ്റാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ നമ്മളെ ട്രെയിന് ഏതിലാണ് വരുന്നതെന്നാണ് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, പോയി എന്ത് ചെയ്യാം, നമുക്ക് തപ്പിയ. ഭയങ്കര വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഞാൻ അന്ന് വന്നപ്പോഴും ഇതേമാതിരിയായിരുന്നു, ഭയങ്കര വൃത്തി ഇവിടെ. ഈ പരിസരമൊക്കെ നോക്കി, ഭയങ്കര വൃത്തിയിട്ട് ഇവിടെ. അതാ നമ്മളെ ട്രെയിൻ നമ്പറൊക്കെ നോക്കട്ടെ ഏതാണെന്ന്. ടൈം നോക്കി ഏകദേശം 18:08 ഒന്നാമത്തേലാണ് നമ്മളെ ഇത് വരുന്നത്. ഇത് ലൈറ്റാണ്. 12:685. നമ്മളെ ട്രെയിന് പ്ലാറ്റ്ഫോം 1 വരുന്നത്. ഇതാണോ? ഇതല്ല, ഇത് വേറെ ഏതോ ട്രെയിനാണ്. അപ്പൊ അടുത്ത നമ്മൾ ട്രെയിൻ വരും. അപ്പൊ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഈ ട്രെയിൻ എടുത്ത് കഴിഞ്ഞ് പോകുന്നുണ്ട്. ട്രെയിനുള്ള വെയിറ്റിങ്ങിലാണ്. എന്തായാലും ട്രെയിൻ വരട്ടെ. ട്രെയിൻ വന്നിട്ട് എന്ത് ചെയ്യാം നോക്കാം. എന്നാലൊക്കെ കഴിച്ചാലോ എന്നാലൊക്കെ. ഐസ്ക്രീമാണ്. അല്ലാ, ഐസ്ക്രീം തിന്നതിന്റെ പൂതിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഭയങ്കരമായിട്ട് എന്താ പറയാ, പനി പിടിച്ച് കഫം നിറഞ്ഞ് ആകെ ഇടങ്ങറായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ട്രെയിൻ വരാനായി, ഇപ്പോൾ വരും, വെയിറ്റിങ്ങിലാണ്. ഇങ്ങനെ എന്താ ചെയ്യാ, ഒരു ലൈസും ഒരു വാട്ടറും വൈകി. എങ്ങോട്ടൊക്കെ, അങ്ങോട്ടൊക്കെയാണോ ഇങ്ങോട്ടൊക്കെയാണോ എന്നൊരു ഐഡിയ ഇല്ല. അത്രയ്ക്ക് ആള് വരുന്നുണ്ട്. ഫ്രണ്ട് ബാക്ക് S7 എവിടെ വരിക എന്നൊരു ഐഡിയയും കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് തപ്പി നോക്കാം. നോക്കി നോക്കാം. KPD കാട്ട്പാടി, അത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഇവിടെ എഴുതി വെച്ചില്ല. പ്ലാറ്റ്ഫോം 1 വേറെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കാണുന്നില്ല, അതിനെ കാണുന്നുള്ളൂ. ട്ടാ ഇപ്പൊ ലോക്കലായിട്ടാണ് നല്ല ആളുണ്ട്. S7 എവിടെയെന്ന് വരുന്നത് എന്നുള്ളത് തപ്പി നടക്കുന്നു. S7 ഏറ്റവും ഫ്രണ്ടിലാണ് വരുന്നത്. ഇപ്പൊ ഫ്രണ്ടിൽ പോവാം. നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷൻ കാട്ട്പാടി. ഈ എന്താ പറയാ, ഈ സന്ധ്യ സമയത്ത് നമ്മളിവിടെ എത്തിയിട്ടില്ല കേട്ടാ. എന്താ നല്ല വൃത്തിയുണ്ടല്ലേ. തമിഴ്നാട്ടിലൊക്കെ ഇത്ര വൃത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര കേട്ടോ, ഭയങ്കരാണ്. തമിഴ്നാട്ടിലൊക്കെ ഇത്ര. എന്തായാലും നല്ല വിശപ്പുണ്ട്. ഞാൻ തന്നെ റൂമിൽ ഫുഡ് ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്ന പരിപാടിയാണ്. പുറത്തുനിന്ന് ഞാൻ ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് എന്ത് ചെയ്ത്, ഓട്സാണ് കഴിച്ചത്. അതുകൊണ്ട് വിശപ്പ് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ട്രെയിനിൽ നിന്നാണെങ്കിൽ ഫുഡ് കഴിക്കാനും പേടി. ഞാനവിടെ ലേറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിട്ടില്ല, ഒന്നും കയ്യിലില്ല. ഇപ്പോൾ ഉള്ളത് അപ്പം ഇതാണ്, ലേസാണ്. ഇത് തിന്നെന്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലാതെ വേറെ പണിയില്ല. എല്ലാവരും വേറെ വഴിയൊന്നും ഇന്നില്ല, നടക്കത്തില്ല മക്കളെ, ഒന്നും നടക്കത്തില്ല. എന്താ രസം അറിയാം സൂര്യ. വാവ്, വെരി നൈസ്. കാണാനുള്ള ഭംഗി.